വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ നാഷണൽ പ്രസിഡന്റ് ആണ്. ഈ ഭരണമാറ്റത്തെ എങ്ങനെ വിലയിരുത്തും? അതും വലിയ മൃഗീയ ഭൂരിപക്ഷം. ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് 14 ജില്ലകളിലും ഇവിടെ തിരുവനന്തപുരത്ത് 14 നിയോജക മണ്ഡലങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തു. അതിനോടൊപ്പം നമ്മളുടെ മറ്റുള്ള 13 ജില്ലകളിലും അവിടെയുള്ള ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു സ്ഥാനാർത്ഥികളെയും ഷോ കാണാൻ വേണ്ടി സ്ഥാനാർത്ഥികളുടെ അടുത്ത് നേരിട്ട് പോകരുതെന്ന് നിർബന്ധമായിട്ട് നമ്മൾ വിലക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ഥാനാർത്ഥികളെ കാണാതെ എല്ലായിടത്തും വഴിയോരങ്ങളിൽ നോട്ടീസ് കൊടുത്ത് എല്ലാവരും കച്ചവടക്കാരെയും വീടുകളിലും കയറി ഇറങ്ങി വ്യാപാരി വ്യവസായി കോൺഗ്രസ് ഒന്നടങ്ക് ഇറങ്ങിയതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു വലിയൊരു മാറ്റം ഉണ്ടായി. ഇപ്പോൾ ഇവിടെ 140 നിയമസഭ ഇലക്ഷനിൽ 140 അടുത്ത് നടന്ന ഇലക്ഷനിൽ നമ്മൾ 102 അടുത്ത് നമ്മൾ വിജയിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത ഇടമാണ്. നമ്മളൊരു 80ഓ 85ഓ എത്ര പ്രതീക്ഷിച്ചു, പക്ഷേ 102 അടുത്താണ് ജയിച്ചത്. അത് ഒരു ഒഴുക്കാണ്, എല്ലാവരുടെ കൂട്ടായ്മയാണ്, എല്ലാവരും ഒത്തൊരുമയുടെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് 102 അടുത്ത് വിജയിക്കാൻ കഴിഞ്ഞത്. അത് വലിയ അത്ഭുതമായിട്ട് കാണേണ്ടതില്ല. അത് ജനങ്ങളുടെ ഇടയിൽ വന്ന ഒരു മാറ്റത്തിന്റെ ഫലമായിട്ടാണ് 102 അടുത്ത് വിജയിച്ചത്. ഇത് ദാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാൻ തോന്നുന്നുണ്ടോ? പിണറായി വിജയന്റെ ധാർഷ്ട്യം അതിക്രൂരതയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു ഫോട്ടോ ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു അവരെ പിടിച്ച് തള്ളുക. മുമ്പെയൊക്കെ ഉമ്മൻചാണ്ടി സാർ ചേർത്ത് പിടിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ചേർത്ത് പിടിക്കുക, കുട്ടികളെല്ലാം വന്ന സെൽഫി എടുക്കുക, എന്ത് വേണം ചെയ്തോളാം. ഒരു ധാർഷ്ട്യം കാണിക്കുക. അതിൻ്റെ ഒരു അകന്തയുടെ ഫലമായിട്ടാണ് അവിടെ തന്ന 50,000-ത്തിലധികം വോട്ട് വിജയിച്ച പിണറായി വിജയൻ ഇവിടെ 15,000-ത്തിൽ താഴെ വോട്ടിന് വിജയിക്കാൻ കഴിഞ്ഞ. അതും 6 റൗണ്ട് എണ്ണിയപ്പോൾ അവർ പിറകിലായിരുന്നു. അതൊരു അത്ഭുതമാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ്. 6 റൗണ്ട് എണ്ണിയപ്പോൾ അയാൾ 6 റൗണ്ടിലും പിറകിൽ പോയിട്ടാണ് താഴോട്ട് കയറി വന്നത്. പക്ഷേ പിണറായിക്ക് മാത്രമല്ല 13 മന്ത്രിമാരാണ് തോറ്റിരിക്കുന്നത്. ഈ മന്ത്രിസഭയിലോ 13 മന്ത്രിമാരും തോക്കുക എന്ന് പറഞ്ഞാൽ അത് പിണറായിക്ക് കിട്ടിയ വലിയ അടിയാണ്. അവരുടെ ഇതിൽ 34 ആൾക്കാരാണ് ജയിച്ചിരിക്കുന്നത്. അതിൽ 24ഓളം ആൾക്കാർ മാത്രമേ CPM-ലെ ആളായിട്ടുള്ളൂ. ബാക്കിയുള്ള ഘടകകക്ഷികളും മറ്റുമൊക്കെയാണ്. പക്ഷേ ഇത് വലിയ ഒരു അടിയാണ് ഈ CPM-നും CPM-ൻ്റെ കൂടെ നിന്ന ഘടകകക്ഷിക്കും ജോസ് കെ മാണിക്കൊക്കെ കിട്ടിയ വലിയൊരു അടിയാണ്. അവർ ധാർഷ്ട്യം കൊണ്ടും അതുപോലെ ഗണേഷ് കുമാറിൻ്റെ അയാളുടെ ധാർഷ്ട്യം അപാരമായ ധാർഷ്ട്യം കൊണ്ടും അതുപോലെ ആറന്മുളയിൽ വീണ ജോർജ് തോറ്റത്. വീണ ജോർജിൻ്റെ അഭിനയം, അപാരമായ അഭിനയം, ആ അഭിനയത്തിൻ്റെ ഫലമാണ് അവിടെ ചാമക്കാല ജയിച്ചത്. അപ്പോൾ ഈ അഭിനയം ഇനി ഇവിടെ തുടരരുത്. ഇനി നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വൻപിച്ച ഭൂരിപക്ഷം ജയിക്കുകയും ഇനി ഞങ്ങൾ മാറ്റത്തിൻ്റെ ഒരു ധ്വനി മുഴങ്ങുകയും ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പല മാറ്റങ്ങളും ഉണ്ടാവും. ആ പല മാറ്റങ്ങളുടെ ഇടയിൽ നമുക്ക് ഒരു തവണ പറ്റിയ അപാകത അത് ഒഴിവാക്കി എല്ലാവരും ഒത്തൊരുമയുടെ നിന്ന് ഇനി 5 വർഷമല്ല, ഇനി അങ്ങോട്ട് 5 വർഷം കഴിഞ്ഞാലും ഞങ്ങൾ ഭരണം നിലനിർത്തുന്നുള്ള പല കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നു പറയുന്നു. VD സതീശൻ 100 സീറ്റ് കിട്ടും ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഉറപ്പായിട്ടും 100 സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ VD സതീശൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് ലീഡറാണ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പുള്ളിക്ക് കരുതലുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ലോക്കൽ ബോഡി ഇലക്ഷനിൽ പുള്ളി ചെയ്ത ആ കാര്യങ്ങളിൽ കണക്ക് കൂട്ടിയാണ് 100 സീറ്റിൽ മുകളിൽ കിട്ടും എന്ന് പറഞ്ഞ്. അപ്പോഴും പല ആൾക്കാരും 80-ൽ മുകളിൽ കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ
പ്രതിപക്ഷ നേതാവ് 100 സീറ്റിൽ മുകളിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഇപ്പം 102 സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. അത് പുള്ളി പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, സത്യസന്ധതയായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇറങ്ങിയതെന്നുള്ള സൂചന. ശരിക്കും പറഞ്ഞാൽ നിലപാടുകളുടെ രാജകുമാരനാണ് വി ഡി സതീശൻ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മലമ്പുഴയാണേലും പാലക്കാട് തിരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പെല്ലാം നമ്മൾ കണ്ടതാണ്. പുള്ളിയെ യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും വളഞ്ഞിട്ട് കലക്കുകയാണ് ചെയ്തത് പലപ്പോഴും. അപ്പോഴും നിലപാടിൽ ഉറച്ചു നിന്ന ഒരു നേതാവായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എന്നാൽ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലാതെ അതിൽ നിന്ന് ഒരു വൃത്തിജനം കാണിക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് കിട്ടിയ 102 സീറ്റ്. ആ നിലപാടിലാണ് ചെറുപ്പക്കാരും മറ്റുള്ള എല്ലാവരും ഒഴുക്കുക എന്ന് പറയുന്നത്. നിഷ്പക്ഷമായിട്ടുള്ള വോട്ട് ഒരെണ്ണം ചോർന്നിട്ടില്ല. അതെല്ലാം കോൺഗ്രസിനാണ് കിട്ടിയിരിക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടാണ്. ആ നിലപാടിന് കിട്ടിയ ഒരു കാര്യമാണ്. വ്യാപാര വ്യവസായിയുടെ കോൺഗ്രസിന്റെ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ശബരിമല വിഷയം ഇത് ശരിക്കും പ്രതിഫലിച്ചിട്ടുണ്ടോ തോന്നുന്നു? തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എത്രത്തോളം അതിനെപ്പറ്റി ഊന്നി പറഞ്ഞിട്ടുണ്ടോ അതിനേക്കാൾ ഉപരി ജനങ്ങൾ എല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു വിധിയെഴുത്താണ് ജനങ്ങൾ നടത്തിയത്. അത് ഇനി എല്ലാവർക്കും ഉള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ജനങ്ങളെ ഒട്ടും വില കുറച്ച് കാണരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇത് ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. ഭരണവിരുദ്ധതയുടെ യഥാർത്ഥമായ ഒരു റിഫ്ലക്ഷൻ വരുമായിരുന്നുവെങ്കിൽ 140 സീറ്റും തൂത്തുവാരുമായിരുന്നു. അപ്പം അത്രത്തോളം ഒന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും ജനങ്ങൾ കൊടുത്തില്ലേ. അതിൻ്റെ ക്യാപ്റ്റന് തന്നെ ജനങ്ങൾ ആ കിരീടം അങ്ങ് ഊരി വെപ്പിച്ചില്ല, ക്യാപ്റ്റൻസിയുടെ. അതെ, തീർച്ചയായിട്ടും. പുതുയുഗം തീർച്ചയായിട്ടും പുതുയുഗം തന്നെയാണ്. അതായത് ജനങ്ങൾ കൊതിച്ചിരുന്ന ഒരു നിമിഷം. ഇനി ജനങ്ങൾക്ക് അനുസൃതമായിട്ട്, ജനങ്ങളുടെ അഭിലാഷത്തിന് അനുസൃതമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും ഇതുപോലെ ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ പറ്റും. CPM പറഞ്ഞ നവകേരളമല്ല, UDFൻ്റെതായ ഒരു നവകേരളം ഉണ്ടാവും തീർച്ചയായിട്ടും. ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രതികരണമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയായിരുന്നു 100 കൂടുതൽ സീറ്റ്. ഞാനൊക്കെ പ്രതീക്ഷ 110 സീറ്റ് വരെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് വല്ലാഹി സത്യം ആ ഒരു വിശ്വാസം കൂടെയാണ്. അപ്പം അങ്ങനെ വിശ്വസിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കൊച്ചുനാളിലെ ജനങ്ങളുടെ ഇടയിൽ പൊതുപ്രവർത്തനങ്ങളായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ ഹോസ്പിറ്റലായാലും അനുബന്ധം എന്ത് അർദ്ധരാത്രി ആയിരുന്നാലും ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. സ്ത്രീകളുടെ ഇടയിലും എല്ലായിടത്തും ജനങ്ങളോട് സംസാരിച്ച് പൂർണ്ണമായിട്ട് UDFിനെയാണ് മുൻതൂക്കം. ശബരിമലയോ അവർ പറഞ്ഞു. ഇനി അടുത്ത ഒരു പ്രാവശ്യം ശബരിമല ഒരു പ്രാവശ്യം കൂടെ LDFന് കൊടുത്തു കഴിഞ്ഞാൽ ശബരിമലയുടെ അകത്ത് പ്രതിഷ്ഠ വരെ കാണൂലെന്ന് പറഞ്ഞു. അങ്ങനെ വരെ ആൾക്കാർ സംസാരിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള, മലയാള വാക്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഭയങ്കര രീതിയിൽ സംസാരിക്കാനാണ് പിണറായി വിജയൻ. പക്ഷെ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ പുള്ളിക്കാരുടെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബരിമലയുടെ ഒരു വിഷയം തന്നെ ഓരോരുത്തരുടെ വിശ്വാസ രീതിയാണ്. പുള്ളി പറഞ്ഞതാണ് കല്ലും മുള്ളും കാലിൽ കുത്ത, കാലിൽ മെത്ത എന്നാണ്. അതുവരെ പറയാൻ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ അത്രയ്ക്ക് ആയിരുന്നു ആ പുള്ളിയുടെ ഒരു പ്രവർത്തനം. പൂർണ്ണമായിട്ട് ജനങ്ങൾ LDFകാർ വരെ, പിന്നെ പോലീസ് വിഭാഗമൊക്കെ എന്തായിരുന്നു പ്രതിപക്ഷത്തോട് കാണിച്ചത്, ഒരു മര്യാദ ഉണ്ടായിരുന്ന പ്രതിപക്ഷ കാണിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ചെടിച്ചട്ടികൾ കൊണ്ടല്ലേ പ്രതികരിച്ചത്. പോലീസുകാർ അത് നോക്കുകുത്തിയല്ല നിന്നിട്ടുണ്ട്. നല്ല പോലീസുകാരുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്ക്. പരനാറി, പിന്നെ കടക്കുപുറത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും പറയുന്ന പിന്നെ പിണറായി മുഖ്യമന്ത്രിക്ക് ഒരു ശബരിമലയുടെ ഒരു വിഷയമായിട്ട്, ഞാൻ ഒരു മുസ്ലിം വിശ്വാസിയാണ്, എന്നാലും മറ്റു മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴേ ആ പുള്ളിയുടെ ശബരിമലയുടെ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് അതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് പുള്ളി ഇങ്ങനത്തെ ഒരു പദം എഴുതി കൊടുത്ത ആളിനും അറിഞ്ഞുകൂടാ, പറഞ്ഞ ഈ മുഖ്യമന്ത്രിക്ക് വരെ അറിഞ്ഞുകൂടാ. എന്താണ് പറഞ്ഞത്? കല്ലും മുള്ളും കാലിൽ കുത്ത. എന്താണ് കാലിൽ മെത്ത എന്നാണ് പറയാനുള്ളത്.